നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. DFO ഓഫീസ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ PV അൻവറിനെ അതിനാടകീയമായി പോലീസ് വളഞ്ഞ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. തവനൂർ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ ഈ സമാനമായ സംഭവങ്ങളിൽ ദിവസങ്ങൾ കഴിഞ്ഞാലും നടപടികളില്ലാത്ത നമ്മുടെ സാഹചര്യങ്ങൾ പോലെയല്ല ഇന്നലെ കണ്ടത്. ഒരു പ്രത്യേക ശുഷ്കാന്തി പോലീസിനുണ്ടായിരുന്നു. ആ ശുഷ്കാന്തിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷവും കയറി പിടിച്ചിരിക്കുന്നത്. പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് PV അൻവറിനെതിരെ PV അൻവറിനോട് പെരുമാറുന്നത് എന്ന് DMK നേതാക്കളും PV അൻവറും ഒപ്പം പ്രതിപക്ഷ നേതാക്കളും ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അൻവറിനോട് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പെരുമാറ്റമാണോ എന്ന് വെച്ചാൽ CMന്റെ ഓഫീസിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികാര ബുദ്ധിയാണോ, ഇത് അൻവറിൻ്റെ റീ എൻട്രി ആണോ, ഇതിനൊടുക്കം അൻവറിൻ്റെ അടുത്ത നീക്കങ്ങൾ ഏതായിരിക്കും എന്നൊക്കെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ആ വിഷയം ആദ്യമായി സംസാരിക്കുകയാണ് നമ്മൾ. അൻവറിൻ്റെ റീ എൻട്രി ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ വന്യജീവിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ നേരത്തെ തന്നെ അൻവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ അൻവർ ഈ വിഷയത്തിൽ എത്രത്തോളം അൻവറിന് ഇതൊരു ആയുധമായി കൊണ്ടുനടക്കാൻ കഴിയും? എന്താണ് ഇതിൻ്റെ ഒരു അനന്തരഘട്ടം? ഈ വന്യജീവി മനുഷ്യ സംഘർഷം ആ വിഷയത്തിൽ ധാരാളം പേർ ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷക സംഘടനകളാണ് പ്രധാനമായും ആ പ്രശ്നം ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടത്ര വിസിബിലിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതൊരു മലയോര മേഖലയിലെ മാത്രം പ്രശ്നമാണ്, ചില ജില്ലകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാട്ടാനിറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് 2017. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പാതിരാത്രി ആളിൽ നിൽക്കുമ്പോൾ ഒരു ആന, ഈ രാത്രി ആരെ ആന എഴുന്നള്ളിച്ച് വരുന്നത് നോക്കുമ്പോൾ ആന എഴുന്നള്ളിച്ച് വരുന്നതല്ല, കാട്ടാനയാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ആലപ്പുഴ ജില്ലയിൽ കാട്ടുപന്നി ഇറങ്ങി. വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് കേരളം മൊത്തം ബാധിക്കാൻ പോകുന്നൊരു വിഷയമായി മാറാൻ പോവുകയാണ്. ആ സമയത്താണ് PV അൻവർ ഉന്നയിച്ച ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഈ വിഷയം കൂടി അൻവർ ഉന്നയിക്കുന്നത്. പക്ഷേ അൻവറിൻ്റെ ആദ്യത്തെ ആ ശ്രമം പാളിപ്പോയതോടുകൂടി അൻവർ കുറേ മാസങ്ങളോളം സൈലൻ്റ് ആയിരുന്നു. ഈ സൈലൻ്റ് ആയിരിക്കെ അൻവറിന് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അൻവർ പറഞ്ഞാൽ അത്ര ദൃശ്യത കിട്ടുന്നില്ല എന്നൊരു സ്ഥിതി വരുമ്പോൾ അൻവർ അപ്രസക്തനായി. കാരണം മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, അതായത് പാർട്ടി സമ്മേളനങ്ങളുടെ കാലമാണ്. ജില്ലാ സമ്മേളനങ്ങളൊക്കെ ആകുമ്പോഴേക്കും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയായി മാറുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും അല്ലാതായിപ്പോയി. പാർട്ടി അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കാൻ പോവാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ എവിടെയും അൻവർ ഉന്നയിച്ച ഒരു പ്രശ്നം പോലും പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങളില്ല, ഈ പറയുന്ന ADGPയെ സംരക്ഷിക്കുന്ന വിഷയങ്ങളില്ല, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളില്ല. പാർട്ടി സമ്മേളനത്തിൽ ആകെ നടക്കുന്നതെന്നാണ് അതിൻ്റെ ആഭ്യന്തരമായ ശൈഥില്യങ്ങൾ, ആഭ്യന്തരമായ തർക്കങ്ങളാണ് പുറത്തേക്ക് വാർത്തകളായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം, കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച്. പിന്നെ പാർട്ടിക്കകത്ത് CPM-നകത്തുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മറ്റൊരു രീതിയിലുള്ള ചർച്ച വരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥിരം ടെംപ്ലേറ്റ് പ്രസംഗങ്ങൾ എല്ലാ ജില്ലാ സമ്മേളനത്തിലും പോയി പറയുന്നു. ഇതാണ് നടക്കുന്നതാകെ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കപ്പെട്ട ഒന്നും പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുന്നില്ല. അപ്പോൾ അൻവർ മുന്നണിക്കകത്ത് നിന്ന് ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് കുറച്ച് നാൾ കൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഉടൻ തന്നെ അപ്രസക്തമാവുന്നു, അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റ് ശമിക്കുന്നു. അപ്പോൾ അൻവർ തന്നെ കേരള രാഷ്ട്രീയത്തിൽ എങ്ങും എത്തും പിടിയുമില്ലാതെ നടക്കുകയാണ്. ആലത്തൂരും പാലക്കാടും ഉണ്ടായ സംഭവങ്ങൾ അറിയാം. അൻവറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള പരിഹാസചരങ്ങൾ LDFൻ്റെ ഭാഗത്തുനിന്നും CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അൻവറിനെ വല്ലാണ്ട് ട്രോളുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ ട്രോളുന്നു. അൻവർ തികച്ചും അപ്രസക്തനായി പോയി കിടന്നൊരു സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സുവർണാവസരമാണ് ഇന്നലെ ഉണ്ടായ അറസ്റ്റ്. ആ അറസ്റ്റോടുകൂടി സംഭവിക്കുന്നത് അൻവറിന് ഒരു ട്രാക്ക് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച ഈ പ്രശ്നം, അതായത് ഈ വന്യജീവി മനുഷ്യ സംഘർഷ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ്. അത് ഉന്നയിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് എന്ന തോന്നൽ അതിൻ്റെ ഇരകൾക്ക് ലഭിക്കുകയാണ്. അതിൻ്റെ ഇരകൾ എന്ന് പറഞ്ഞാൽ ഈ മലയോര മേഖലകളിലുള്ള കുടിയേറ്റ കർഷകർ, അവർക്ക് വേണ്ടി ഒരാൾ ജയിലിൽ പോയി എന്നൊരു ഫീലാണ് ഇന്നലെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗൗരവം അൻവർ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് ഇന്നലത്തെ സംഭവത്തിൻ്റെ. ഇപ്പോൾ അൻവർ അറസ്റ്റിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം പ്രതികരിച്ചു, ഇത് പ്രതികാര രാഷ്ട്രീയമാണ്, എന്നെ വേട്ടയാടുന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു സുവർണാവസരം അൻവർ എത്രമാത്രം മനസ്സിലാക്കുകയും ഇനി നാളെ മുതൽ അത് എത്രമാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ UDF ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ നേതാക്കളും അൻവറിനോടുള്ള മുഴുവൻ അഭിപ്രായ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് അൻവറിന് പിന്തുണയായിട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അവിടെയും ചർച്ച പോകുന്നത് കൊണ്ടാണ് അൻവർ നാളെ UDFൽ പോകുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ,
ഈ വന്യജീവികളുടെ പെരുക്കം, ആ പ്രശ്നം യഥാവിധി അഡ്രസ്സ് ചെയ്യാൻ അൻവറിന് ഇനി സാധിക്കുമെങ്കിൽ അൻവർ അത് വീണ്ടും ടേക്ക് ചെയ്യണം. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും എന്ന് മാത്രമല്ല സർക്കാർ വല്ലാതെ പ്രതിസന്ധിയിലായി പോകും. അപ്പോൾ ഇന്ന് ഈ അറസ്റ്റിനോട് LDFിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങൾ നോക്കുക. LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇത്തരം വിഷയങ്ങളിൽ, അതായത് പൊതുമുതൽ നശിപ്പിക്കുന്ന വിഷയങ്ങളിൽ ത്വരിത നടപടികൾ അനിവാര്യമാണ് എന്നാണ്. എല്ലാ പൊതുമുതൽ നശിപ്പിക്കൽ നടപടികളും ഇങ്ങനെ ത്വരിത നടപടി ഉണ്ടായിട്ടുണ്ടോ? അത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പൊതുമുതൽ നശിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ല. അപ്പോൾ ഇതൊരു അൻവറിന് കിട്ടിയ ഒരു സുവർണാവസരം തന്നെയാണ്. കാരണം UDF അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഈ പ്രശ്നത്തിൽ UDFിനോടൊപ്പമുണ്ട്. അൻവർ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഈ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം അദ്ദേഹത്തിൻ്റെ DMK എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കും ഉണ്ടാക്കാൻ കഴിയും. അതുവഴി പിന്നീട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് UDFിലേക്കുള്ള പാലം തുറന്നു കിട്ടുമോ എന്നുള്ളത്. അത് പിന്നീട് സംഭവിക്കേണ്ടതാണ്. പക്ഷേ അൻവർ ഇവിടെ ചെയ്യേണ്ടത് ആ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ഉന്നയിച്ചുള്ള വളരെ ഗുരുതരമായ ചില വിഷയങ്ങളുണ്ട്. അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറന്നു പോകരുത്. കാരണം ആ അന്വേഷണത്തിന് കാലാവധിയില്ല. ADGP അജിത് കുമാറിനെതിരെ, അതുപോലെ സ്വർണ്ണം പൊട്ടിക്കൽ പോലുള്ള വിഷയങ്ങൾ, തൃശ്ശൂർ പൂരം കലക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ഗോയിങ് ഓൺ ആണ്. എന്നിരിക്കെ അതിലേക്ക് പോകാതെ, ഒരുപാട് വിഷയങ്ങളിലേക്ക് ചിതറിക്കാതെ അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ പ്രശ്നം ഏറ്റെടുക്കാനുള്ളൊരു രാഷ്ട്രീയ പക്വത കാണിച്ചാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ നേട്ടമായിരിക്കും. പക്ഷേ അൻവർ അത് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ പലപ്പോഴും അപക്വമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അദ്ദേഹം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് സംശയമാണ്. നിഷാദ്, രണ്ടാം വരവിൽ അൻവറിന് കുറെ കൂടി വിസിബിലിറ്റിയും സ്പേസും കിട്ടാൻ സാധ്യതയുണ്ടോ? അതിഥി പറഞ്ഞവരാണ് അൻവർ അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ഇപ്പം നേരത്തെ പോലീസിനകത്തെ RSS വൽക്കരണം എന്ന് പറയുന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു വിമത സ്വരം ഉയർത്തുന്നത്. അതിനെ പിന്തുണയ്ക്കാൻ LDFിനകത്ത് CPIഎമ്മിനകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ജീവിത പ്രശ്നത്തിൻ്റെ ഭാഗമാണ് ഈ വന്യജീവി മനുഷ്യ സംഘർഷം. അപ്പോൾ അതിനെ ശരിയാവണ്ണം എടുത്തുയർത്തി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഉന്നയിച്ച പ്രശ്നത്തെക്കാൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ നിലമ്പൂരിൽ പോലും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയെ അത് കൂടുതൽ ഏറ്റാൻ സഹായമാവുകയോ ചെയ്യുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. ഇന്നലെ അദ്ദേഹം മതപരമായ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്നൊക്കെയുള്ള ആദ്യത്തെ പ്രതികരണം വന്നു. അതൊക്കെ അതിനെ മൊത്തം ഡിവീറ്റ് ചെയ്യുന്നതിനെ സഹായിക്കുകയുള്ളൂ എന്നത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള മാത്രം പിന്തുണയല്ല, ഈ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിന് വേറെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. കത്തോലിക്ക സഭ അതിനൊരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ്. കിഫ എന്നൊക്കെ പറയുന്ന കർഷക സംഘടനകളുണ്ട്, നിരന്തരമായി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും കൂടി ഒരുമിപ്പിക്കാൻ PV അൻവറിന് ഈ കാര്യത്തിൽ എന്തുമാത്രം കഴിയുമെന്നത് പ്രധാനമാണ്. അപ്പോൾ അൻവർ ആ ഒരുമിപ്പിക്കലിന് വിഘാതമാകുന്ന അബദ്ധങ്ങൾ പറയാതിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ കോസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതൊരു മതപരമായ വേട്ടയാടലാണ്, ന്യൂനപക്ഷങ്ങളായതുകൊണ്ട് വേട്ടയാടപ്പെടുകയാണെന്ന പോയിന്റിലേക്കല്ല. അങ്ങനെ അദ്ദേഹത്തിന് തുടർ പ്ലാനുകളുണ്ടെങ്കിൽ അദ്ദേഹം കേന്ദ്രീകരിക്കേണ്ട അതിലല്ല, മറിച്ച് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരാൾ ഇന്നലെ അൻവർ പറയുന്നുണ്ട്, എത്രയോ കാലമായിട്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു, ആർക്കൊരു വിഷയമല്ല, നമ്മുടെ രാഷ്ട്രീയ മുഖ്യധാരയുടെ ഭാഗത്തേക്ക് അത് ഒരിക്കലും വരുന്നില്ല, ഞാൻ ജയിലിൽ പോയിട്ടെങ്കിലും അത് സംഭവിക്കട്ടെ എന്നാണ്. അതുവരെയൊക്കെ അദ്ദേഹം പറഞ്ഞത് ഓക്കെയാണ്. അത് രാഷ്ട്രീയ മുഖ്യധാരയുടെ ഭാഗമാകേണ്ടതുണ്ട്, നിയമമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഈ മേഖലയിൽ പ്രശ്നം അനുഭവിക്കുന്ന മുഴുവൻ പേർക്കുമുണ്ട്. അപ്പോൾ അതിനെ റൈറ്റ് വേയിൽ കൊണ്ടുപോകാൻ അൻവറിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അൻവർ വീണ്ടും പഴയ പോലീസിലെ RSS പ്രശ്നം ഉന്നയിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എടുത്ത് ഇവിടെയും വെക്കാൻ ശ്രമിച്ചാൽ അതിവിടെ ഫിറ്റാവുന്നതല്ല. ഇവിടെ ഉയർത്തേണ്ടത് പരമാവധി പല സെക്ടേഴ്സിലുള്ള ആളുകളെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി അദ്ദേഹം ബിൽഡ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാണേണ്ട കാര്യമാണ്. രണ്ടാമത്തത് ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അൻവറിനെ പിടിച്ചു കളയാം. അതായത് ഒന്നാമത് അൻവർ CPMുമായും CPMൽ പിണറായി വിജയൻ്റെ കുടുംബത്തോട് നേരിട്ടുള്ള ആക്രമണം നടത്തി അദ്ദേഹം പുറത്തുപോയി. അതോട് CPMമാർ അദ്ദേഹത്തെ കൈവിട്ടു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു, വലിയ തോൽവി ഏറ്റുവാങ്ങി. അതോടുകൂടി രാഷ്ട്രീയ പ്രസക്തി അവസാനിച്ചു. അൻവർ സമ്പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അൻവറിനെ വേട്ടയാടാം എന്നാണ് പിണറായി വിജയനും P ശശിയും ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് തീരെ മതിപ്പില്ല എന്നത് കാണേണ്ട കാര്യമാണ്. പോലീസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ജനം ഇപ്പുറത്ത് നിൽക്കും എന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കണ്ടാണല്ലോ, നവകേരള മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് റോഡിലിരുന്ന ആളുകളെ അടിച്ചു. അത് കാഴ്ചയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലൈറ്റിനകത്ത് മുദ്രാവാക്യം വിളിച്ച് 2 പേർക്കെതിരെ വധശ്രമ കേസിട്ടു, അവർക്കെതിരെ കാപ്പ ചുമത്താൻ നോക്കി. അത് വലിയ മിടുക്കായിട്ട്, അതായത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ വേട്ടയാടി പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ പരിണിത ഫലമായിരുന്നു 19 സീറ്റിലും തോറ്റുപോവുകയും ജയിച്ച ഒരു സീറ്റിൽ അറ്റം പറ്റം ജയിക്കുകയും ചെയ്തത്.
അപ്പോൾ ജനം പിണറായി വിജയൻ്റെ പോലീസിങ് പരാജയമാണെന്ന് ജനം മാത്രമല്ല CPIM-കാർ തന്നെയും വിശ്വസിക്കുന്നു. LDF-ന്റെ മുന്നണിക്കകത്ത് തന്നെ അഭിപ്രായമുണ്ട്. പക്ഷേ അത് തിരുത്താൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന ഏത് ശ്രമവും ജനങ്ങളെ അപ്പുറത്ത് സംഘടിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. കാരണം അത് ആളുകൾ അംഗീകരിക്കില്ല. രണ്ടാമത്തത് ഈ ചോദ്യമുണ്ട്, നിയമസഭയ്ക്കകത്ത് തച്ച് തകർത്ത് ഇതിൻ്റെ 4 ഇരട്ടി നഷ്ടം ഉണ്ടാക്കിയ മനുഷ്യരുടെ കേസിൽ നിന്ന് വിടുവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിചാരണ കീഴ്ക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയ ഒരു ഭരണകൂടമാണ് പൊതുമുതൽ നശിപ്പിച്ചാൽ ഉടനടി ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൊലയാളി സംഘങ്ങൾക്ക് അനുകൂല മുദ്രാവാക്യം വിളിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയും. ജനങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. CPIM-നെ പോലൊരു പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ V. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ നിയമസഭയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ള 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണ്ടില്ലെന്ന് അടിക്കണമെന്നും ഇവരെ എല്ലാം വെറുതെ വിടണമെന്നും ആവശ്യപ്പെടുന്നു. കോടതിയിൽ പോവുകയാണ്. ആ കോടതിയിൽ പോകുന്നതിന് ചിലവാക്കുന്ന പൈസ എഴുതുന്നതാണ് പൊതുഖജനാവിലെ പൈസയാണ്. പൊതുമുതൽ തകർത്ത കേസിലെ പ്രതികളെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുഖജനാവിലെ പണം ചിലവാക്കി കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുതൽ തകർത്താൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നടപടി എടുക്കുന്നതാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ഉദ്ദേശശുദ്ധി ജനം അവഗണിക്കും. പോലീസിനെ ഉപയോഗിച്ചു നടത്തുന്ന എല്ലാ അതിക്രിയകളെയും ജനം അവഗണിക്കും. കാരണം ജനത്തിന് പോലീസിനെ കുറിച്ച് നല്ല മതിപ്പാണ് എന്നാണ് കാണേണ്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ അൻവർ തീരെ ദുർബലനായിരിക്കുന്നു. അൻവറിനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. അൻവറിനെ വേട്ടയാടി പിടിക്കാമെന്ന് കരുതുന്ന ആ സ്ട്രാറ്റജിയും തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തത് അൻവർ എങ്ങനെയാണ് ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് അൻവർ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോൺഗ്രസ് UDF-മായിട്ട് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവണമല്ലോ. ചുമ്മാ ഒരു ദിവസം പോയി ഒരുമിക്കാൻ പറ്റില്ല. അത് കോൺഗ്രസിനും പറ്റില്ല, അൻവറിനും പറ്റില്ല. രണ്ടുപേർക്കും സംയോജിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. ആ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രതലം ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അൻവർ ഒരു ജീവിത പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട് ഒരു സമരം ചെയ്യുന്നു. ആ സമരം ചെയ്തതിൻ്റെ പേരിൽ അൻവറിനെ വേട്ടയാടുന്നു. ആ വിഷയത്തിൽ ഞങ്ങൾക്കും അതിനെ പിന്തുണയ്ക്കാൻ കഴിയുന്നതാണ്. ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഒരു യോജിപ്പിൻ്റെ മേഖല വന്നിരിക്കുന്നു. രണ്ടുപേർക്കും കൺവിൻസിംഗ് ആണ്, നാട്ടുകാർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അത് രൂപപ്പെട്ട് വന്നിരിക്കുന്നുള്ള അൻവറിനെ സംബന്ധിച്ച് ഗുണപരമായ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പുറത്തു വരും. അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. പുറത്തു വരുന്ന അൻവർ UDF അദ്ദേഹത്തിന് നൽകിയ പിന്തുണയ്ക്ക് എങ്ങനെയായിരിക്കും മറുപടി പറയാൻ പോകും. ഇന്നിപ്പോൾ എല്ലാ UDF നേതാക്കൾ, പ്രത്യേകിച്ച് ഷിബു ബേബി ജോണൊക്കെ പറയുന്നത് അദ്ദേഹം പുറത്തു വന്ന് UDF-നോട് അനുഭാവമുള്ള രാഷ്ട്രീയ നിലപാട് ഉറക്കെ പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കുകയാണ്. അത് ഉറക്കെ പറയാൻ അൻവർ തയ്യാറാകുമോ? UDF-ന്റെ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറയുമോ? യോജിച്ച സമരത്തിന് അവർക്കൊപ്പം നിൽക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം പറയുമോ എന്നതുകൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ തുടർച്ചയ്ക്ക് അദ്ദേഹം എന്തുമാത്രം ക്ലവറായ നിലപാട് സ്വീകരിക്കുന്നു. രണ്ടാമത്തേത്, ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്കകത്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, അതിൻ്റെ എല്ലാ ആളുകളെയും, വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന കുറച്ചുകൂടി ബുദ്ധിപരവും രാഷ്ട്രീയ ഔന്നത്യമുള്ളതുമായ നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. പിന്നെ ഒരു ഭരണകൂടം, അവസാനം എനിക്ക് പറയുന്നത് ഒരു ഭരണകൂടം ഒരു പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേര് DFO ഓഫീസിൽ 33,000 രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് പറയുന്നത്. DFO ഓഫീസിൽ നടത്തുന്ന, ശരിയാണ്, നിയമപരമായി തെറ്റാണ് സൈഫു, അത് ഒരു പൊതുമുതലും നശിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ പൊതുമുതലൊന്നും നശിപ്പിക്കാത്ത സമരങ്ങളല്ല കേരളത്തിലുണ്ടായിട്ടുള്ളത്. നോക്കൂ, എന്തിൻ്റെ പേരിൽ ആ സമരം നടന്നത്? ഒരു ആദിവാസി യുവാവ്, 2 ഭിന്നശേഷിക്കാരായ മക്കളുള്ളവരുടെ പിതാവ് എന്ന് പറയുന്ന മണി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോയിട്ടാണ്. ഒരു ആദിവാസി മരിച്ചു പോയതിൻ്റെ പേരിൽ, ആദിവാസിയെ കാട്ടാന ചവിട്ടിക്കൊന്നതിൻ്റെ പേരിൽ ഈ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ഞാൻ പറയാം. അല്ലെങ്കിൽ നടക്കൂ. ഇപ്പോൾ ഒരു നഗരവാസിയായ മനുഷ്യന് ഒരു ടൂറിന് ഒരു മലമ്പ്രദേശത്തേക്ക് പോയപ്പോൾ അയാൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അയാൾക്ക് എന്തായിരിക്കും കിട്ടുന്ന ഒരു അറ്റൻഷൻ എന്തായിരിക്കും? ആ അറ്റൻഷൻ ആദിവാസി മരിക്കുമ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഒരു ആദിവാസി മരിച്ചതിൻ്റെ പേരിൽ DFO ഓഫീസുകളിലേക്ക് പ്രതിഷേധങ്ങൾ നടക്കട്ടെ. ജനങ്ങൾ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പരമാവധിയിൽ, ഞാൻ പറഞ്ഞ നിയമപരമായ പ്രതിഷേധത്തിൻ്റെ പരമാവധിയിൽ പോകട്ടെ. അപ്പോൾ ഒരു ആദിവാസി മരിച്ചതിൻ്റെ പേരിലൊക്കെ DFO ഓഫീസിൽ കയറി ആൾ കളിക്കാൻ നീയൊക്കെ ആയോ? പിടിച്ചകത്തിടും എന്നാണോ ഈ പറഞ്ഞ സന്ദേശം എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എല്ലാവരുടെയും മനുഷ്യൻ്റെ ജീവിതത്തിന് വിലയുണ്ട്, ജീവന് വിലയുണ്ട്. നമുക്കറിയാമല്ലോ, കുട്ടമ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചപ്പോൾ അവിടുത്തെ വനംവകുപ്പിൻ്റെ ആൾക്കാർ പറഞ്ഞതാണ് വണ്ടി ഓടിക്കാൻ ഡീസലില്ല, പിന്നെന്താണ് തന്ന ഫണ്ട് ചിലവാക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ടാണ് എത്രയോ പതിറ്റാണ്ടുകളായി മനുഷ്യർ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ എത്രയോ മനുഷ്യരുടെ മരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ പൊതുരാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് വരുന്ന, ഭരണകൂടങ്ങളെ ചലിപ്പിക്കുന്ന പ്രതിഷേധങ്ങളുണ്ടാവട്ടെ. ആ പ്രതിഷേധങ്ങളുടെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്, വ്യാജമാണെന്ന് അങ്ങനെ നോക്കിയാൽ എല്ലാ സമരങ്ങളുടെ പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നത്തെ, അതിജീവന പ്രശ്നത്തെ മുന്നിൽ വരുന്ന സമരങ്ങൾക്ക് കൂടുതൽ ശബ്ദം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഇത് അൻവർ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പൊളിറ്റിക്കൽ കരിയറും ഒപ്പം ഈ നേരത്തെ അജിംസ് പറഞ്ഞ ഈ വിഷയവും, ഇത് രണ്ടും വളരെ പ്രസക്തമാണ്. അതിൻ്റെ തുടർച്ച എങ്ങനെയാണെന്ന് നമ്മൾ ഉറ്റുനോക്കണം. അപ്പോൾ അൻവർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം അങ്ങേയറ്റം സെൻസിറ്റീവായ ഒന്നാണ്, പ്രസക്തമായ ഒന്നാണ്. അത് അൻവർ എങ്ങനെ ഉപയോഗിക്കും എന്നനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എന്നുള്ളതാണ്.